നമസ്കാരം. മനുഷ്യരാശിയുടെ ജിജ്ഞാസയും ശാസ്ത്രീയ അന്വേഷണങ്ങളും ഇന്ന് ഭൂമിയുടെ അതിർവരമ്പുകൾക്കപ്പുറം അന്യഗ്രഹങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചൊവ്വ പര്യവേക്ഷണം. എന്നാൽ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു ഗ്രഹത്തിൽ ഗവേഷണം നടത്തുക എന്നത് അത്യന്തം വെല്ലുവിളികൾ നിറഞ്ഞ ഒന്നാണ്. നിലവിൽ നാം ഉപയോഗിക്കുന്ന റോവറുകൾക്കും പര്യവേക്ഷണ വാഹനങ്ങൾക്കും ഒട്ടേറെ പരിമിതികളുണ്ട്. ഈ പരിമിതികളെ മറികടക്കാനും ബഹിരാകാശ ഗവേഷണത്തിന് പുതിയ വേഗത നൽകുവാനും ലക്ഷ്യമിട്ടുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ശാസ്ത്രലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഭൂമിയിൽ നിന്നുള്ള മനുഷ്യൻ്റെ നിരന്തരമായ നിർദ്ദേശങ്ങൾക്കായി കാത്തുനിൽക്കാതെ സ്വന്തം നിലയിൽ തീരുമാനങ്ങളെടുത്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് സഞ്ചരിക്കുവാൻ കഴിയുന്ന സെമി ഓട്ടോണമസ് റോബോട്ടുകളുടെ വരവ് ഈ രംഗത്ത് പുതിയൊരു അധ്യായം തന്നെ തുറന്നിടുകയാണ്. ചൊവ്വയിലേക്കും മറ്റ് ഗ്രഹങ്ങളിലേക്കും അയക്കുന്ന റോബോട്ടുകളെ നിയന്ത്രിക്കുന്നതിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളി ആശയവിനിമയത്തിലെ സമയദൈർഘ്യമാണ്. ഭൂമിയിൽ നിന്ന് അയക്കുന്ന ഒരു സന്ദേശം ചൊവ്വയിലെത്തുവാനും അവിടുത്തെ പ്രതികരണം തിരികെ ഭൂമിയിലെത്തുവാനും 4 മുതൽ 22 മിനിറ്റ് വരെ സമയമെടുക്കാറുണ്ട്. ഈ വലിയ ഇടവേള കാരണം ഓരോ നിസ്സാര ചലനവും അതീവ ജാഗ്രതയോടെ ആസൂത്രണം ചെയ്യേണ്ടി വരുന്നു. കൂടാതെ ഊർജം ലാഭിക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുമായി നിലവിലെ റോവറുകൾ വളരെ സാവധാനത്തിലാണ് സഞ്ചരിക്കുന്നത്. ഒരു ദിവസം ഏതാനും 100 മീറ്ററുകൾ മാത്രം സഞ്ചരിക്കുന്ന ഇത്തരം വാഹനങ്ങൾക്ക് വിപുലമായ ഒരു പ്രദേശത്തെക്കുറിച്ച് പഠിക്കുവാൻ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ വേണ്ടിവരും. ഈ പ്രതിസന്ധിക്കുള്ള പരിഹാരമായിട്ടാണ് ശാസ്ത്രജ്ഞർ പുതിയ സ്വയം നിയന്ത്രിത രീതി പരീക്ഷിക്കുന്നത്. സ്വിറ്റ്സർലൻഡിലെ പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങളായ ETH സൂറിച്ച് സർവകലാശാല, ബേൺ സർവകലാശാല എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അനിമൽ എന്ന 4 കാലുകളുള്ള റോബോട്ടിനെ ഉപയോഗിച്ചാണ് പുതിയ പരീക്ഷണം നടത്തിയത്. ചൊവ്വയിലെ പ്രതലത്തിന് സമാനമായ സാഹചര്യങ്ങൾ കൃത്രിമമായി സൃഷ്ടിച്ച മാർസ് ലബോർ എന്ന ലാബിലായിരുന്നു ഈ പരീക്ഷണം. മനുഷ്യൻ്റെ ഇടപെടലില്ലാതെ തന്നെ ഒരു പാറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് സഞ്ചരിക്കുവാനും അവിടെയുള്ള ധാതുക്കളെക്കുറിച്ച് പഠിക്കുവാനും ഈ റോബോട്ടിന് സാധിച്ചു. മൈക്രോസ്കോപ്പിക് ഇമേജർ, രാമൻ സ്പെക്ട്രോമീറ്റർ തുടങ്ങിയ അത്യാധുനിക ഉപകരണങ്ങൾ റോബോട്ടിൻ്റെ കൈകളിൽ ഘടിപ്പിച്ചിരുന്നു. ഇത് റോബോട്ടിനെ സ്വതന്ത്രമായി പാറകളുടെ ചിത്രങ്ങൾ എടുക്കുവാനും അവയുടെ രാസഘടന വിശകലനം ചെയ്യുവാനും പ്രാപ്തമാക്കി. ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ പുതിയ രീതി പര്യവേക്ഷണത്തിൻ്റെ വേഗത ഇരട്ടിയാക്കിയെന്നാണ്. സാധാരണഗതിയിൽ ശാസ്ത്രജ്ഞർ നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു ദൗത്യം പൂർത്തിയാക്കുവാൻ 41 മിനിറ്റ് സമയമെടുക്കുമ്പോൾ റോബോട്ട് സ്വയം ചെയ്ത ദൗത്യം വെറും 12 മുതൽ 23 മിനിറ്റിനുള്ളിൽ പൂർത്തിയായി. വേഗത വർദ്ധിച്ചപ്പോഴും ശാസ്ത്രീയമായ കൃത്യതയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. ജിപ്സം, ബസാൾട്ട്, കാർബണേറ്റുകൾ തുടങ്ങിയ പര്യവേക്ഷണത്തിന് അത്യാവശ്യമായ എല്ലാ ശിലകളെയും റോബോട്ട് കൃത്യമായി തിരിച്ചറിഞ്ഞു. ഭാവിയിൽ ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യവാസം സാധ്യമാക്കുവാൻ ആവശ്യമായ വിഭവങ്ങൾ കണ്ടെത്തുന്നതിനും ജീവൻ്റെ സാന്നിധ്യം തിരയുന്നതിനും ഈ വേഗത വലിയ ഗുണം ചെയ്യും. ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാം എന്നതാണ് ഈ പഠനം നൽകുന്ന മറ്റൊരു പ്രധാന പാഠം. സങ്കീർണവും ഭാരമേറിയതുമായ യന്ത്രങ്ങൾക്ക് പകരം ചടുലതയുള്ള ഇത്തരം റോബോട്ടുകളെ അയക്കുന്നതിലൂടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയൊരു പ്രദേശം നിരീക്ഷിക്കുവാൻ ശാസ്ത്രജ്ഞർക്ക് സാധിക്കും. റോബോട്ട് അയക്കുന്ന പ്രാഥമിക വിവരങ്ങൾ വിശകലനം ചെയ്ത ശേഷം കൂടുതൽ പഠനം ആവശ്യമായ സ്ഥലങ്ങൾ മാത്രം ശാസ്ത്രജ്ഞർക്ക് തിരഞ്ഞെടുക്കാം. ഇത് ഗവേഷണത്തിലെ അനാവശ്യമായ കാലതാമസം ഒഴിവാക്കും. വരാനിരിക്കുന്ന ചാന്ദ്ര ദൗത്യങ്ങളിലും ചൊവ്വ ദൗത്യങ്ങളിലും ഇത്തരം റോബോട്ടുകൾ നിർണായകമായ പങ്കുവഹിക്കുമെന്നത് ഉറപ്പാണ്. ചുരുക്കത്തിൽ, ബുദ്ധിശക്തിയുള്ള യന്ത്രങ്ങളുടെ സഹായത്തോടെ ബഹിരാകാശ പര്യവേക്ഷണം കൂടുതൽ കാര്യക്ഷമവും വേഗതയേറിയതുമാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം ചുവടുവയ്ക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ TV.